നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വീതിയിൽ വിജയ കേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ തൃശൂർ ജില്ലയിലെ നാട്ടിക, കയ്പമംഗലം എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ ജില്ലയിലെ അതിമനോഹരമായ നാട്ടിക നിയോജക മണ്ഡലം. പ്രകൃതിയും സംസ്കാരവും ഒത്തുചേർന്ന ഈ മണ്ഡലം 9 ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ്. ചാവക്കാട് താലൂക്കിലെ നാട്ടിക, വലപ്പാട്, തളിക്കുളം പഞ്ചായത്തുകളും തൃശൂർ താലൂക്കിലെ അന്തിക്കാട്, ആവണിശ്ശേരി, ചാഴൂർ, ചേർപ്പ്, പരളം, താന്യം പഞ്ചായത്തുകളും ചേർന്നതാണ് ഈ നിയോജക മണ്ഡലം. കായലും പുഴയും കടൽ തീരവും ഗ്രാമങ്ങളും നഗരങ്ങളും എല്ലാം ഇഴചേർന്ന് കിടക്കുന്ന ഈ നാട്ടിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വികസനത്തിൻ്റെ പുത്തൻ അധ്യായങ്ങളാണ് എഴുതപ്പെടുന്നത്. ഈ വികസന യാത്രയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഒന്ന് സഞ്ചരിക്കാം. നാട്ടികയുടെ വികസനത്തിനായി സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, ജലസേചനം, ഗതാഗതം, പൊതുമരാമത്ത്, രജിസ്ട്രേഷൻ, നൈപുണ്യ വികസനം തുടങ്ങിയ വിവിധ മേഖലകളിൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഓരോ പദ്ധതിയും നാട്ടികയുടെ വളർച്ചയ്ക്ക് എങ്ങനെ കരുത്തേകുന്നു എന്ന് നമുക്ക് നോക്കാം. ഗതാഗത സൗകര്യങ്ങൾ ഒരു പ്രദേശത്തിന്റെ വികസനത്തിൽ എത്രത്തോളം പ്രധാനമാണെന്ന് നമുക്കറിയാം. നാട്ടികയുടെ ഗതാഗത രംഗത്ത് വലിയ മുന്നേറ്റം നൽകുന്ന ഒരു പദ്ധതിയാണ് ചേർപ്പ് തൃപ്രയാർ റൂട്ടിലെ കനോലി കനാലിന് കുറുകെയുള്ള തൃപ്രയാർ പാലം. വർഷങ്ങളായി നാട്ടുകാർ അനുഭവിക്കുന്ന യാത്രാക്ലേശത്തിന് ഇതൊരു ശാശ്വത പരിഹാരമാകും. തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്കും തിരിച്ചുമുള്ള യാത്രക്കാർക്ക് ഇത് ഏറെ പ്രയോജനകരമാകും. 28,42 ലക്ഷം രൂപയാണ് ഈ സ്വപ്ന പദ്ധതിക്കായി സർക്കാർ അനുവദിച്ചത്. കേരള റോഡ് ഫണ്ട് ബോർഡ് ഇതിന്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്നു. പാലം യാഥാർത്ഥ്യമാകുന്നതോടെ നാട്ടികയുടെ മുഖച്ഛായ തന്നെ മാറും. തൃപ്രയാറിലെ സബ് രജിസ്ട്രാർ ഓഫീസ് സൗകര്യങ്ങൾ കുറഞ്ഞ ഒരു പഴയ കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറുകയാണ്. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ കെട്ടിടത്തിലേക്ക് തൃപ്രയാർ സബ് രജിസ്ട്രാർ ഓഫീസ് മാറാൻ പോകുന്നു. അക്കിക്കാവ്, അണ്ടാട്ടോട്, കല്ലേറ്റുംകര, കുന്നുംകുളം, പഴയന്നൂർ, തൃപ്രയാർ, മുണ്ടൂർ എന്നിവിടങ്ങളിലെ സബ് രജിസ്ട്രാർ ഓഫീസുകൾ നവീകരിക്കുന്ന ക്ലസ്റ്റർ 4 പദ്ധതിയുടെ ഭാഗമാണിത്. ഏകദേശം 17,39 ലക്ഷം രൂപയാണ് ഈ പദ്ധതിക്കായി അനുവദിച്ചിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡാണ് നിർമ്മാണ ചുമതല. പുതിയ കെട്ടിടം വരുന്നതോടെ പൊതുജനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനം ലഭിക്കും. ജീവനക്കാർക്ക് മികച്ച തൊഴിൽ സാഹചര്യവും ഉണ്ടാകും. ശുദ്ധമായ കുടിവെള്ളം എന്നത് ഏതൊരു സമൂഹത്തിൻ്റെയും അടിസ്ഥാന ആവശ്യമാണ്. നാട്ടികയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. കേരള വാട്ടർ അതോറിറ്റി നടപ്പാക്കുന്ന വിവിധ കുടിവെള്ള പദ്ധതികൾ ഈ ലക്ഷ്യം നടപ്പിലാക്കാൻ സഹായിക്കുന്നു. ഓരോ വീട്ടിലും കുടിവെള്ളം എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ പദ്ധതികൾ നാട്ടികയുടെ ദാഹമകറ്റും. നാട്ടിക ഫിർക്കയിലെ കുടിവെള്ള പദ്ധതിയുടെ 1ാം ഘട്ടത്തിനായി 88,78 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ചാവക്കാട്, തണ്ണിയം, അന്തിക്കാട് പഞ്ചായത്തുകളിലെ കുടിവെള്ള പദ്ധതിക്കായി 34,75 ലക്ഷം രൂപയും തൃശൂർ കോർപ്പറേഷനും അടുത്തുള്ള പഞ്ചായത്തുകൾക്കുമുള്ള കുടിവെള്ള പദ്ധതിയുടെ 1ാം ഘട്ടത്തിനായി 212,09 ലക്ഷം രൂപയുടെ പദ്ധതിയും പുരോഗമിക്കുന്നു. ഈ പദ്ധതികളെല്ലാം പൂർത്തിയാകുന്നതോടെ നാട്ടികയിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കും. 52,78 ലക്ഷം രൂപയുടെ മറ്റൊരു കുടിവെള്ള പദ്ധതിയും ഇതിനോടനുബന്ധിച്ച് നടപ്പിലാക്കുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് കേരളം ലോകത്തിന് തന്നെ മാതൃകയാണ്. അതിനൂതനമായ പഠന സൗകര്യങ്ങൾ ഒരുക്കുക വഴി നമ്മുടെ വിദ്യാലയങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് വഴി നാട്ടികയിലെ സ്കൂളുകളിലും വലിയ മാറ്റങ്ങളാണ് വരുന്നത്. വിവിധ പദ്ധതികളിലായി കോടിക്കണക്കിന് രൂപയുടെ വികസനമാണ് ഈ മേഖലയിൽ നടക്കുന്നത്. ഹൈടെക് ലാബുകൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, അധ്യാപകർക്കുള്ള പ്രത്യേക പരിശീലനം, സ്കൂൾ കെട്ടിടങ്ങളുടെ നവീകരണം എന്നിവയെല്ലാം ഈ പദ്ധതികളുടെ ഭാഗമാണ്.
ഈ മാറ്റങ്ങൾ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താനും അവർക്ക് ആധുനിക ലോകത്തിന് അനുസരിച്ചുള്ള വിദ്യാഭ്യാസം നേടാനും സഹായിക്കും. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയാറുണ്ട്. ആരോഗ്യ മേഖലയിലും വലിയ ശ്രദ്ധയാണ് സർക്കാർ നൽകുന്നത്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ആരോഗ്യ സംവിധാനങ്ങളുടെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിഞ്ഞു. ഓരോ മണ്ഡലത്തിനും 10 ബെഡുകളുള്ള ഐസൊലേഷൻ വാർഡുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി നാട്ടികയിലും അത് യാഥാർത്ഥ്യമായി. ഇവ കൂടാതെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ജില്ലാ ആശുപത്രികൾ വരെ നവീകരിക്കുന്നതിനുള്ള പദ്ധതികളും സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. തൊഴിലില്ലായ്മ ഒരു വലിയ സാമൂഹിക പ്രശ്നമാണ്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി സർക്കാർ വിവിധ നൈപുണ്യ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. നാട്ടികയിലെ യുവജനങ്ങൾക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ നൽകുന്ന വർക്ക് നിയർ ഹോം എന്ന പദ്ധതി ഇതിന് ഉദാഹരണമാണ്. 27,50,00,000 രൂപയാണ് ഈ പദ്ധതിക്കായി അനുവദിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയിലൂടെ നാട്ടികയിലെ യുവജനങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ തൊഴിൽ ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കും. ചെറുകിട വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും ഈ പദ്ധതി സഹായമാകും. ഇവയെല്ലാം നാട്ടികയുടെ വികസനത്തിന്റെ ചില ഏടുകൾ മാത്രമാണ്. ഇനിയും എണ്ണിയാൽ ഒടുങ്ങാത്ത വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ പുരോഗമിക്കുന്നു. വികസനം എന്നത് ഒരു തുടർച്ചയാണ്. ഇനി നമ്മൾ കേരളത്തിന്റെ തീരദേശ ഭംഗിയും ചരിത്ര സ്മരണകളും ഉറങ്ങുന്ന തൃശൂർ ജില്ലയിലെ കയ്പമംഗലം നിയോജക മണ്ഡലത്തിന്റെ വികസന വിശേഷങ്ങളിലേക്കാണ് യാത്ര തിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ താലൂക്കുകൾ ഉൾപ്പെടുന്ന 7 ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് ഈ മണ്ഡലം. എടവിലങ്ങ്, എടത്തിരുത്തി, എറിയാട്, കയ്പമംഗലം, മതിലകം, പെരിഞ്ഞനം, ശ്രീനാരായണപുരം എന്നീ പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്ന കായലും കടലും അതിരിടുന്ന മത്സ്യബന്ധനവും കൃഷിയും ജീവിതത്തിന്റെ ഭാഗമായ ഈ മണ്ണ് ഇന്ന് വികസനത്തിന്റെ പുതിയ തീരങ്ങൾ തേടുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ കിഫ്ബി പോലുള്ള ഏജൻസികളുടെ സഹായത്തോടെ നടപ്പിലാക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ കയ്പമംഗലത്തിന്റെ മുഖച്ഛായ മാറ്റിയെഴുതുന്നു. ഈ വികസന മുന്നേറ്റത്തിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. കടലും പുഴയും കനോലിക്കനാലും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഏകദേശം ഒരു 17 കിലോമീറ്ററോളം കടൽ തീരമുള്ള പ്രദേശങ്ങളൊന്നാണ്. ഇതിൻ്റെ വികസനം സംബന്ധിച്ച്, ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു കുറേ നാൾ ജനപ്രതിനിധിയായിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് നമ്മുടെ മറ്റാളുകളുമായി സംസാരിച്ചും കണ്ടും ഒക്കെ കിട്ടുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് പദ്ധതികൾ അല്ലെങ്കിൽ ഫണ്ട് ഉപയോഗിക്കാൻ ഉള്ള ഒരു നല്ല ശ്രമം നടത്തിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ജയിച്ചു വരുന്ന എല്ലാ MLA-മാർക്കും 6 കോടി രൂപ തങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ ചെലവഴിക്കാൻ കഴിയും. എന്നാൽ വിവിധങ്ങളായ ഡിപ്പാർട്ട്മെൻറ്റുകൾ നന്നായി കയ്പമംഗലത്തെ സഹായിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനുള്ള നന്ദി പ്രത്യേകമായി ഞാൻ അറിയിക്കുകയാണ്. കയ്പമംഗലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് വിവിധ സർക്കാർ വകുപ്പുകൾ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. പൊതുമരാമത്ത്, ഫിഷറീസ്, പൊതുവിദ്യാഭ്യാസം, ആരോഗ്യം, ആസൂത്രണം, ജലവിഭവം തുടങ്ങിയ എല്ലാ സുപ്രധാന മേഖലകളിലും വലിയ നിക്ഷേപം എത്തുന്നുണ്ട്. ഈ പദ്ധതികൾ ഈ നാടിന്റെ പുരോഗതിക്ക് എങ്ങനെ അടിത്തറ പാകുന്നു എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഗതാഗതമാണ് ഒരു നാടിന്റെ ജീവനാഡി. കയ്പമംഗലത്തെ സംബന്ധിച്ചിടത്തോളം ജലഗതാഗതത്തിനും റോഡ് ഗതാഗതത്തിനും ഒരുപോലെ പ്രാധാന്യമുണ്ട്.
ഈ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന നിരവധി പദ്ധതികളാണ് പൊതുമരാമത്ത് വകുപ്പ് കേരള റോഡ് ഫണ്ട് ബോർഡ് വഴി നടപ്പിലാക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് കൊടുങ്ങല്ലൂർ കായലിന് കുറുകെയുള്ള ഗോത്തുരുത്ത് പുല്ലൂറ്റ് പാലം. ഈ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ഈ രണ്ട് പ്രദേശങ്ങൾ തമ്മിലുള്ള യാത്രാ ദൂരം ഗണ്യമായി കുറയും. ജനങ്ങളുടെ സമയവും പണവും ലാഭിക്കാം. ഏകദേശം 13,93,00,000 രൂപയാണ് ഈ പാലത്തിനായി സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. സമാനമായ മറ്റൊരു പ്രധാന പദ്ധതിയാണ് കനോലി കനാലിന് കുറുകെയുള്ള പറയംകടവ് പാലം. ഈ മേഖലയിലെ ഗതാഗതക്കുരുക്കിന് വലിയൊരളവിൽ പരിഹാരം കാണാൻ ഈ പാലം സഹായിക്കും. കിഫ്ബി സഹായത്തോടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതിക്കായി 26,68,00,000 രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഈ പാലങ്ങൾ കേവലം കോൺക്രീറ്റ് നിർമ്മിതികൾ മാത്രമല്ല, മറിച്ച് നാടിൻ്റെ വളർച്ചയുടെ പ്രതീകങ്ങൾ കൂടിയാണ്. നമ്മുടെ നാട്ടിൽ എത്രയോ റോഡുകൾ പുതുതായി, മിക്കവാറും എല്ലാ റോഡുകളും നമുക്ക് PWD റോഡുകൾ പൂർണ്ണമായും നമുക്ക് എടുക്കാൻ കഴിഞ്ഞു. പിന്നെ ജനങ്ങൾ ആവശ്യപ്പെട്ട പല സ്ഥലത്തും റോഡുകളും ചെറിയ കൽവർട്ടുകളും അതുപോലെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞു. അതിലെനിക്ക് സന്തോഷം തോന്നുന്ന കാര്യം അത് ആവശ്യപ്പെട്ട കേന്ദ്രങ്ങളിൽ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പ്രധാനപ്പെട്ട വർക്ക് വേണമെങ്കിൽ അവിടുത്തെ പഞ്ചായത്തിൻ്റെ ഭരണസമിതി ചർച്ച ചെയ്ത് തീരുമാനിച്ച് റെസല്യൂഷൻ തരുന്ന വർക്ക് തന്നെയാണ് MLA എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് വേണ്ടതാണ്, ജനം കൃത്യമായി ചോദിക്കുന്നതാണെന്നുള്ള അർത്ഥത്തിൽ എനിക്ക് ഉറപ്പുവരുത്താനുള്ളത് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കടൽ തീരത്തിൻ്റെ ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ നമുക്കുണ്ടായി. ആ കടൽ തീരത്തെ വിഷയങ്ങളെല്ലാം പരിഹരിക്കുന്ന രൂപത്തിലാവുകയാണ്. ഇപ്പോൾ ടെട്രോപാഡ് എന്ന് പറയുന്ന റിയാഡ് എടവിലങ്ങ് പഞ്ചായത്തിൻ്റെ ബൗണ്ടറി വരെ വരുന്ന ടെട്രോപാഡ് വൈകാതെ നമുക്ക് അത് പൂർത്തീകരിക്കാൻ കഴിയും. അത് പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ആളുകളൊക്കെ വന്ന് അതിൻ്റെ പഠനവും അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ടെട്രോപാഡിന് ശേഷമുള്ള പെട്ടെന്ന് നമുക്ക് ഇടപെട്ട് ചെയ്യാൻ കഴിയുന്നുള്ള ജിയോ ബാഗ് ആ സംവിധാനം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ജിയോ ട്യൂബ് എന്ന് പറയുന്ന പുതിയ സംവിധാനം ഉണ്ടാക്കുകയാണ്. അങ്ങനെ തീരപ്രദേശം സംരക്ഷിക്കാനുള്ള ഒരു വലിയ ബൃഹത്തായ പദ്ധതി. ഒരു പണ്ട് കടലാക്രമണം ഉണ്ടാകുന്ന സമയത്തൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് വലിയ വേവലാതിയാണ്. ആളുകൾ വളരെ പ്രകോപിതരാകുന്ന സമയമാണ്. പക്ഷെ ഇപ്പോഴുള്ള പ്രശ്നം എന്താ, ഏകദേശം 400-ലേറെ, എനിക്ക് തോന്നുന്നു കൃത്യമായി പറഞ്ഞാൽ 426 വീടുകൾ നമ്മളിപ്പോൾ പണിത് കഴിഞ്ഞു. 10 ലക്ഷം രൂപ കൊടുത്ത് വേറെ സ്ഥലത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് മാറിക്കഴിഞ്ഞു. പുനർഗേഹം എന്ന് പറയുന്ന ഈ പരിപാടി എനിക്ക് തോന്നുന്നു നല്ല മാതൃകാപരമായി നടപ്പാക്കിയ പ്രദേശങ്ങളിൽ ഒന്ന് കയ്പമംഗലമാണ്. അതുകൊണ്ട് തന്നെ പഴയ പോലെ വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നില്ല. മത്സ്യത്തൊഴിലാളികളുടെ അല്ലെങ്കിൽ തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയുന്ന രീതിയിലുള്ള പദ്ധതിയായി തന്നെയാണ് നമ്മൾ ഈ പുനർഗേഹത്തെ കാണുന്നത്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നായ തീരദേശ ഹൈവേ കയ്പമംഗലം മണ്ഡലത്തിലൂടെയും കടന്നു പോകുന്നു എന്നത് ഏറെ അഭിമാനകരമാണ്. തൃശൂർ ജില്ലയിലെ തീരദേശ ഹൈവേയുടെ റീച്ച് 1-ൽ ഉൾപ്പെടുന്ന അഴീക്കോട് മുതൽ ദുബായ് റോഡ് ജംഗ്ഷൻ വരെയുള്ള ഭാഗം ഇപ്പോൾ നിർമ്മാണത്തിലാണ്. അതോടൊപ്പം അഴീക്കോട് പാലം മുതൽ വലപ്പാട് വരെയുള്ള 32 കിലോമീറ്റർ ദൂരത്തിൽ തീരദേശ ഹൈവേയുടെ നിർമ്മാണത്തിനായി 182,81,00,000 രൂപയുടെ പദ്ധതിക്കും സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഈ ഹൈവേ പൂർത്തിയാകുന്നതോടെ തീരദേശ മേഖലയുടെ സാമ്പത്തികവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് വലിയ കുതിപ്പേകും. ടൂറിസം വികസനത്തിനും മത്സ്യബന്ധന മേഖലയുടെ ഉന്നമനത്തിനും ഇത് വഴിയൊരുക്കും. തീരദേശ ഗതാഗത രംഗത്തെ മറ്റൊരു നാഴികക്കല്ലാണ് അഴീക്കോട് മുനമ്പം പാലം. തൃശൂർ, എറണാകുളം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഈ കൂറ്റൻ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ തീരദേശ യാത്ര കൂടുതൽ എളുപ്പമാകും. 214 രൂപയുടെ ബൃഹത്തായ പദ്ധതിയാണിത്. ഇതിനകം 81 കോടി രൂപയോളം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിച്ചു കഴിഞ്ഞു. ഈ പാലം ടൂറിസം ഭൂപടത്തിൽ കയ്പമംഗലത്തിന് ഒരു പുതിയ സ്ഥാനം നൽകുമെന്നതിൽ സംശയമില്ല. മാത്രമല്ല, തീരപ്രദേശത്തിൽ ഏറ്റവും പ്രധാനം അല്ലെങ്കിൽ തീരദേശവാസികളുടെ കയ്പമംഗലത്തിൻ്റെ വേണമെങ്കിൽ ജില്ലയുടെ തന്നെ എന്ന് പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി കിഫ്ബിയിലൂടെ സാധ്യതപ്രായമാകുകയാണ്. ഞാൻ പണ്ട് എൻ്റെ സുഹൃത്തുക്കൾ എപ്പോഴും പറയുമായിരുന്നു, മാഷ് ഈ ടേം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഒരു തൂണെങ്കിലും അഴീക്കോട് മുനമ്പത്തിൻ്റെ പണിയണമെന്നാണ്. ഒരു തൂണെങ്കിലും. അപ്പോൾ ഞാൻ പറയുന്നതാണ് ഒരു തൂണെന്ന് പറയുന്നത്. അപ്പോൾ പറയും ഇത് തുടങ്ങി വെക്കണം എന്നതാണ് ഞങ്ങൾ അർത്ഥാക്കുന്നത്. ഇപ്പം എനിക്ക് ഏറെ അഭിമാനപൂർവ്വം പറയാൻ കഴിയും, ഏകദേശം 52% വർക്ക് കഴിഞ്ഞു. വലിയ താമസമില്ലാതെ നമുക്ക് അഴീക്കോട് നിന്ന് മുനമ്പത്തേക്ക് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകാനുള്ള ഏറ്റവും എളുപ്പമുള്ള സംവിധാനം വരികയാണ്. അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വികസനത്തിൽ എക്കാലത്തെയും നാഴികക്കല്ലായി നിർത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പാലമാണ് അഴീക്കോട് മുനമ്പം പാലത്തോടുകൂടി നമുക്ക്. ഇത് മാത്രമല്ലല്ലോ, നമുക്ക്
അപ്പുറത്തുള്ള സൗകര്യങ്ങൾ എത്രയോ കൂടുന്നു. ഇവിടുത്തെ തൃശ്ശൂർക്കാർക്ക് പെട്ടെന്ന് തന്നെ എറണാകുളത്തെത്താൻ, എറണാകുളം നമുക്ക് സംബന്ധിച്ച് വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഒരുപാടുള്ളത് സ്ഥലമാണ്. ലോ കോളേജ് ഉള്ളതാണ്, മഹാരാജാസ് കോളേജ് ഉള്ളതാണ്, മറ്റ് സൗകര്യങ്ങൾ ഉള്ളതാണ്, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നല്ല സ്ഥാപനങ്ങളുള്ളതാണ്. അതുപോലെ തന്നെ കുഫു യൂണിവേഴ്സിറ്റി ഉള്ളതാണ്. അതുപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹൈക്കോടതി ഉൾപ്പെടെയുള്ള മറ്റ് എന്തു തരം പിന്നെ വ്യാപാര സ്ഥാപനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം തീരപ്രദേശത്ത് കൂടി ഉള്ള പാതയും ഒപ്പം തന്നെ ആ പാലവും ഒക്കെ വരുന്നത് വലിയ ആശ്വാസകരമായിട്ടുള്ള പ്രവർത്തനങ്ങളായി മാറുമെന്നാണ് തോന്നുന്നു. മത്സ്യബന്ധന മേഖല കയ്പമംഗലത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. ഈ മേഖലയുടെ പുരോഗതി ലക്ഷ്യമിട്ട് ഫിഷറീസ് വകുപ്പും പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അതിലൊന്നാണ് എറണാകുളം, തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള 1-ാം ഘട്ട പദ്ധതി. ഇതിനായി 4,97,00,000 രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ഇതിൽ 4,29,00,000 രൂപയോളം ഇതിനകം ചെലവഴിച്ചു കഴിഞ്ഞു. കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡാണ് ഈ പദ്ധതിയുടെ നിർവഹണ ഏജൻസി. ഇത് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ സഹായിക്കും. വിദ്യാഭ്യാസ രംഗത്ത് പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ കയ്പമംഗലത്തും ഊർജിതമായി നടക്കുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന തൃശൂർ ക്ലസ്റ്റർ 10 പദ്ധതിയുടെ ഭാഗമായി 12,65,00,000 രൂപയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇതിൽ 5,84,00,000 രൂപ ഇതിനകം നൽകി കഴിഞ്ഞു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷനാണ് ഈ പദ്ധതിയുടെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ. കൂടാതെ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ വഴി നടപ്പിലാക്കുന്ന തൃശൂർ ക്ലസ്റ്റർ ഫേസ് 2 പദ്ധതിക്കായി 39,48,00,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ 29,82,00,000 രൂപയുടെ പ്രവർത്തനങ്ങൾ ഇതിനകം നടന്നു കഴിഞ്ഞു. ഹൈടെക് ക്ലാസ് റൂമുകൾ, മികച്ച ലാബുകൾ, ആധുനിക പഠന സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഈ പദ്ധതികളിലൂടെ കയ്പമംഗലത്തെ സ്കൂളുകളിലും യാഥാർത്ഥ്യമാവുകയാണ്. നമ്മുടെ മോഡലായിട്ട് എടുത്ത ഹൈടെക് ആയിട്ട് എടുത്ത സ്കൂളാണ് നമ്മുടെ കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ. ഏകദേശം 8.5 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടന്നു കഴിഞ്ഞു. അതുമാത്രമല്ല, എല്ലാ സ്കൂളും, എടവലങ്ങ് സ്കൂൾ എടുത്താൽ, കയ്പമംഗലം ഫിഷറി സ്കൂൾ എടുത്താൽ, ചന്ദ്രാപ്പിന്നി ചാമക്കാലയിലുള്ള സ്കൂൾ എടുത്താൽ, ഹൈസ്കൂളുകളൊക്കെ ഗവൺമെൻറ് വിദ്യാലയങ്ങൾ, എല്ലാ സ്ഥലങ്ങളിലും 5 കോടി 3 കോടി അങ്ങനെ ഉള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു. ഒരു ഭൗതിക സാഹചര്യങ്ങളെല്ലാം ഇപ്പോൾ വളരെയധികം മെച്ചപ്പെട്ട ഒരു മണ്ഡലമായി നമ്മുടെ മണ്ഡലം മാറിയിട്ടുണ്ട്. മാത്രമല്ല, പണ്ടുണ്ടായിരുന്നൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ സ്വകാര്യ സ്കൂളുകൾക്ക്, എയ്ഡഡ് സ്കൂളുകൾക്ക് കാര്യമായിട്ടുള്ള സംഖ്യയൊക്കെ നൽകുന്നതിന്, ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താനുള്ള സംഖ്യ നൽകുന്ന പരിമിതി ഉണ്ടായിരുന്നു. ആ പരിമിതി ഉൾപ്പെടെ ഇപ്പോൾ പോയി. ഇപ്പോൾ മിക്കവാറും ആവശ്യപ്പെടുന്ന സ്കൂളുകൾക്കൊക്കെ ചലഞ്ച് ഫണ്ട് കൊടുക്കാൻ പകുതി സഹായം സർക്കാരും പകുതി സഹായം മാനേജ്മെൻറ്റ് എടുക്കുന്ന രീതിയിലുള്ള ഒരു പുതിയ പദ്ധതിയും കൂടെ ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് പല സ്കൂളുകളും അത്തരത്തിലുള്ള ഫണ്ട് ഇപ്പോൾ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ സ്കൂളുകൾക്കുള്ള പ്രത്യേകത, നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം ചേർത്തിട്ടുള്ള അക്ഷരകൈരളി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു പരിപാടി നടക്കുന്ന സ്ഥലമാണ്. അക്ഷരകൈരളി മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാനും ആ വിദ്യാലയങ്ങളിൽ, അത് LP, UP, HS, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒക്കെയുള്ള സ്ഥാപനങ്ങളെ സഹായിക്കാൻ കഴിയാവുന്ന രീതിയിലൊക്കെ ഇടപെടുന്നുണ്ട്. ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തൽ അതിൽ പ്രധാനമാണ്. നമ്മുടെ ഈ സ്കൂളിൻ്റെ എനിക്ക് തോന്നുന്നു എല്ലാ സ്കൂളുകൾക്കും അടുക്കളയുള്ള ഒരു പ്രദേശം എന്ന് പറയുന്നത് നമ്മുടെയാണ്. ഏകദേശം 56ഓളം സ്കൂളുകൾക്ക് നൽകി. എല്ലാ ക്ലാസ് മുറികളിലും ലൈബ്രറിയുള്ള
മണ്ഡലം എന്ന് പറയുന്നത് ക്ലാസ് മുറികളാണ് ലൈബ്രറി. അത് നല്ലത്. പിന്നെ ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്ക് വേണ്ടി പ്രോത്സാഹനം നൽകാൻ സയൻഷ്യ എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട്. കുട്ടികളുടെ മറ്റ് കാര്യങ്ങൾ, അവൻ നാളെ ഒരു നല്ലൊരു കൃഷിക്കാരനാകണം, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മണ്ണും പ്രകൃതിയും ഒക്കെ നമുക്ക് ഉപയോഗിക്കുന്ന തരത്തിലാകണം ഒക്കെ, തളിർ എന്ന് പറയുന്ന പദ്ധതി ഇവിടെയുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള ഒരു വിഭിന്നമായിട്ടുള്ള ധാരയിൽ കൂടി സഞ്ചരിക്കാൻ, എഡ്യൂക്കേഷനകത്ത് സഞ്ചരിക്കാൻ കയ്പമംഗലത്തിലായിട്ടുണ്ട്. അതിന് PTA-യും MPT-യും അവിടുത്തെ ജനപ്രതിനിധികളും പഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാർ പ്രത്യേകിച്ചും അതിൻ്റെ ചെയർമാന്മാരൊക്കെ ആയി വന്ന് നന്നായി ഒരു സഹകരണം നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിദ്യാഭ്യാസം എനിക്ക് തോന്നുന്നു വളരെ സന്തോഷം നൽകുന്ന രീതിയിലാണ്. അതിൽ ഉയർന്ന രീതിയിൽ പഠിക്കാൻ കഴിയുന്ന സുമേധ എന്ന് പറയുന്ന പദ്ധതി നമുക്കുണ്ട്. ലഹരിക്കെതിരായിട്ടുള്ള സ്വരക്ഷ എന്ന് പറയുന്ന പദ്ധതിയുണ്ട്. ഈ ഭിന്നശേഷിക്കാരുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി നമുക്ക് ഉള്ള പദ്ധതികൾ, അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് പദ്ധതികളായി നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ആരോഗ്യരംഗത്ത് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കേണ്ടതിൻ്റെ പ്രാധാന്യം നമുക്ക് ഏവർക്കും അറിയാം. സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലും 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കുന്ന ബൃഹത് പദ്ധതിയുടെ ഭാഗമായി കയ്പമംഗലത്തും ഈ സൗകര്യം ഒരുങ്ങുന്നു. ഇതിനായി സംസ്ഥാന തലത്തിൽ 236 കോടി 30 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പകർച്ചവ്യാധികൾ പോലുള്ള അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ഇത് മണ്ഡലത്തെ കൂടുതൽ സജ്ജമാക്കും. വലിയ മാറ്റം വരുത്തിയ ഒരു ഇത് നമ്മുടെ ആരോഗ്യരംഗത്താണ്. ആരോഗ്യരംഗം എന്ന് പറയുന്നത് പണ്ട് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളാണ്. എല്ലാ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും നമുക്ക് ഉയർത്തിക്കൊണ്ട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മരുന്ന് അതിൻ്റെ ബന്ധപ്പെട്ടതൊക്കെ നന്നായി കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അങ്ങനെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാവുന്നതിനുള്ള മെച്ചം ഇന്ന് കയ്പമംഗലം മണ്ഡലം അനുഭവിക്കുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ എന്ന് പറയുന്നത് പെരിഞ്ഞനാണ്, കുറ്റിലക്കടലുള്ളത്. അതിനൊരു വലിയ സംഖ്യ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രോസസ്സ് നടക്കുകയാണ്. അതിൻ്റെ ASTS അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇനി വളരെ വേഗത്തിലാക്കണം. അതുപോലെ തന്നെ നമുക്ക് കോവിഡോ അതുപോലുള്ള പെട്ടെന്നുള്ള രോഗങ്ങൾ വന്നാൽ, ഈ സമൂഹത്തിനെ ബാധിക്കുന്ന രോഗങ്ങൾ വന്നാൽ അതിന് പ്രത്യേകമായി ചികിത്സ നടത്താനും അവരെ പാർപ്പിക്കാനും കഴിയുന്ന സെൻറ്റർ ഇപ്പോൾ തന്നെ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അത് പെരിഞ്ഞനം CHC-യിൽ ഇപ്പോൾ തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇത്തരത്തിൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വിഭാഗത്തിൽ ചെയ്യാൻ കഴിയുന്നുള്ളതാണ്. യുവജനങ്ങൾക്ക് തൊഴിൽ നൈപുണ്യം നൽകി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രണ സാമ്പത്തികാര്യ വകുപ്പും പദ്ധതികൾ നടപ്പിലാക്കുന്നു. വർക്ക് നിയർ ഹോം എന്ന പദ്ധതി ഇതിന് ഉദാഹരണമാണ്. 27 കോടി 50 ലക്ഷം രൂപയുടെ ഈ പദ്ധതി കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലാണ് നടപ്പിലാക്കുന്നത്. ഈ പദ്ധതിയിലൂടെ കയ്പമംഗലത്തെ യുവതി യുവാക്കൾക്ക് അവരുടെ വീടിനടുത്ത് തന്നെ ആധുനിക തൊഴിലവസരങ്ങൾ കണ്ടെത്താൻ സഹായിക്കും. ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കുക എന്നത് സർക്കാരിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. ജലവിഭവ വകുപ്പ് കേരള വാട്ടർ അതോറിറ്റി വഴി നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ ഇതിന് സഹായമാകുന്നു. തൃശൂർ PS സർക്കിൾ എന്ന പദ്ധതിക്കായി 52 കോടി 78 ലക്ഷം രൂപയും നാട്ടിക ഫിർക്കയിലെ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ 1ാം ഘട്ടം വിപുലീകരണത്തിനായി 88 കോടി 78 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഈ പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് വലിയൊരളവിൽ പരിഹാരമാകും. ഇവിടെ പരാമർശിച്ചത് കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. ഓരോ പദ്ധതിയും ഈ നാടിൻ്റെ ഓരോ മേഖലയിലും ക്രിയാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ഗതാഗതം, വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, കുടിവെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കയ്പമംഗലം ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. ഇതെല്ലാം എല്ലാവരുടെയും നല്ലപോലെ ഐക്യത്തോടു കൂടിയുള്ള പിന്തുണയോടുകൂടിയുള്ള
പരിപാടിയായി മാറ്റണം എന്നാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് എപ്പോഴും മനസ്സിൽ തോന്നിയിട്ടുള്ളത്. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഈ കയ്പമംഗലം എപ്പോഴും എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ നല്ല സജീവമായിട്ടുള്ള പ്രോത്സാഹനജനകമായിട്ടുള്ള പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. എല്ലാവർക്കും പ്രത്യേകമായ നന്ദി പറയാൻ കൂടി ഈ അവസരം പ്രയോജനപ്പെടുത്തും. വികസന വേദിയിൽ വിജയകേരളം എന്ന പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റ് മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.